ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷം എന്ന് പറയുന്നത് കുറച്ച് അച്ചിങ്ങാപ്പയർ തോരൻ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ചിങ്ങാപ്പയർ തോരൻ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ചെറുതായിട്ടാണ് അരിയുന്നത്. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ കുറച്ച് മടുപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ ഒടിച്ചെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒടിച്ച് എടുക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ കുറച്ച് നീളം കുറച്ചിട്ട് ഈ ഒരു രീതിയിൽ തോരൻ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 1-2 തവണ അങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു വെറൈറ്റി ആയി ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പം എന്താ അച്ചിങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്കിനുള്ളതാണ് നമ്മൾ അരിഞ്ഞു വെക്കുന്നത്. ഇവത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ തോരൻ വെക്കും, പിന്നീടാണ് ബാക്കി വെക്കുക. അപ്പോൾ ചൂടാകാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പതിവ് പോലെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൻ കറിവേപ്പില നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തന്നിട്ട് ബാക്കിയും കൂടെ കാണണം കേട്ടോ. അപ്പോൾ എന്താ ചെറിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. അച്ചിങ്ങയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഒടിയൻ പയർ എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേര് ഈ ഞങ്ങൾ പറയുന്ന ഈ അച്ചിങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. അതേസമയം ഒരു പിടി തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി എല്ലാം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒതുക്കിയില്ലെങ്കിലും കൈകൊണ്ട് തിരുമ്മിയിട്ടാലും മതി. പക്ഷേ എരിവിന് വേണ്ടി ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും തോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിൽ ഉദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങടെ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ നെത്തുകില്ല മാരിവില്ലാണു നീ, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. കരിമീൻ നമ്മുടെ അച്ചിങ്ങ തോരൻ നല്ല സൂപ്പറായിട്ടുണ്ട്. കരിമീൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അച്ചിങ്ങാനേ നല്ല പാകത്തിന് ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ നോക്കാവേ. സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചധികം നമുക്കുണ്ടാകുന്നത് അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പോവാം. രാവിലെ നമുക്കിന്ന് ഇഡലി ആയിരുന്നേ, അപ്പോൾ അതിൻ്റെ സാമ്പാറും ഉണ്ട്. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ഈ കരിമീനാണ് കേട്ടോ. ഇത് സി ക്ലാസ് കരിമീനാണേ. ഏത് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കല്ലേ. ഇതിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇനി കാണുന്നതും വരെ ടാറ്റാ.